കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പണം ചെലവാക്കിയ സ്ഥാനാർത്ഥി ശശി തരൂർ. പട്ടികയിൽ 3-ാമൻ സമദാനി, 10-ാമത് രാഹുൽ ഗാന്ധി. രാജ്യത്ത് ഏറ്റവും കൂടുതൽ പണം പൊടിച്ച ആദ്യത്തെ 5 ലോക്സഭാ മണ്ഡലങ്ങളും പഞ്ചാബിൽ, 6-ാമത് കോയമ്പത്തൂർ. ഇന്ത്യയിൽ ചെറുപ്പക്കാരായ വോട്ടർമാർ ഏറ്റവും കുറവുള്ള സംസ്ഥാനം കേരള. കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ അറ്റ്ലസ് എന്ന പേരിൽ പുറത്തിറക്കിയ രേഖയിലാണ് ഈ വിവരങ്ങൾ. കേരളത്തിൽ 18-നും 29-നും മധ്യ പ്രായമുള്ള വോട്ടർമാരുടെ എണ്ണം 18%. രാജ്യത്ത് ഇതേ പ്രായത്തിലുള്ള വോട്ടർമാർ 23%. കേരളത്തിൽ ആകെ വോട്ടർമാരിൽ 5-ലൊരാൾ വയോധികർ. ഇന്ത്യയിൽ ഏറ്റവും കുറവ് വോട്ടർമാരുള്ള മണ്ഡലങ്ങളിൽ കേരളത്തിലെ 15 ലോക്സഭാ മണ്ഡലങ്ങളും ഉൾപ്പെടുന്നു. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ ഉത്സവമെന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യയിലെ പൊതു തെരഞ്ഞെടുപ്പ് ലോകത്ത് തന്നെ ഏറ്റവും ചെലവേറിയ തെരഞ്ഞെടുപ്പ് കൂടിയാണ്. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനേക്കാൾ ചെലവേറിയതാണ് ഇന്ത്യയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പെന്ന് ഈ രംഗം തുടർച്ചയായി നിരീക്ഷിക്കുന്ന പ്രമുഖ ഗവേഷണ ഏജൻസികൾ സാക്ഷ്യപ്പെടുത്തുന്നുമുണ്ട്. 35 വർഷമായി തിരഞ്ഞെടുപ്പ് ചെലവുകളെപ്പറ്റി പഠിക്കുന്ന സെന്റർ ഫോർ മീഡിയ സ്റ്റഡീസ് പറയുന്നതനുസരിച്ച് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനായി രാജ്യത്ത് പൊടിച്ചത് 1.35 ലക്ഷം കോടി രൂപയാണ്. 2019 തെരഞ്ഞെടുപ്പ് ചെലവ് 60,000 കോടിയുടേതായിരുന്നപ്പോഴാണ് 5 വർഷത്തിന് ശേഷം ഇരട്ടിക്കപ്പുറത്തേക്ക് ചെലവ് കുതിച്ചത്. സർക്കാർ, ഇലക്ഷൻ കമ്മീഷൻ, സ്ഥാനാർത്ഥികൾ, രാഷ്ട്രീയ പാർട്ടികൾ എന്നിവരും മറ്റു പരോക്ഷ ചെലവുകളും കൂടി കണക്കാക്കിയാണ് മീഡിയ സ്റ്റഡീസ് ഈ തുക പറയുന്നത്. ഇപ്പോഴിതാ ഇലക്ഷൻ കമ്മീഷൻ വഴി കഴിഞ്ഞ പൊതുതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികൾ ചെലവാക്കിയ തുകയുടെ കണക്ക് പുറത്തു വന്നിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് നടന്ന് 1 മാസത്തിനകം സ്ഥാനാർത്ഥി ജില്ലാ ഇലക്ഷൻ ഓഫീസർക്ക് നൽകുന്ന ചെലവിന്റെ ട്രൂ കോപ്പി പ്രകാരമുള്ള തുകയാണ് ഇലക്ഷൻ കമ്മീഷൻ സ്ഥാനാർത്ഥിയുടെ ചെലവായി കണക്കാക്കുന്നത്. ഇതനുസരിച്ച് രാജ്യത്ത് സ്ഥാനാർത്ഥികൾ ചെലവിട്ടത് 862 കോടി രൂപ. ഇതിൽ രാഷ്ട്രീയ പാർട്ടികൾ ചെലവാക്കിയ തുക ഉൾപ്പെടുന്നില്ല. രാഷ്ട്രീയ പാർട്ടികളിൽ ഭരണം കൈയാളുന്ന BJP 2024 ചെലവിട്ടത് 1737 കോടി രൂപയെന്ന് ഇലക്ഷൻ കമ്മീഷൻ ലഭിച്ച കണക്കിൽ പറയുന്നു. 2019 പാർട്ടി ചെലവാക്കിയത് 1264 കോടി രൂപയായിരുന്നു. ഇത്തവണ അത് 37% കൂടി. കോൺഗ്രസ് ചെലവിട്ടത് 584 കോടി രൂപയാണ്. ഈ സത്യവാങ്മൂലത്തിലെ സത്യം എത്രയെന്ന് ആരും ചോദിച്ചു പോകും. തിരഞ്ഞെടുപ്പിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തുക ചെലവിട്ട സ്ഥാനാർത്ഥി കോൺഗ്രസിലെ ശശി തരൂരാണ്. 94.89 ലക്ഷം രൂപയാണ് അദ്ദേഹം ചെലവിട്ടത്. 2-ാമത് കർണാടകയിലെ ചാമരാജ് നഗർ മണ്ഡലത്തിൽ നിന്ന് ജനവിധി നേടിയ കോൺഗ്രസ് സ്ഥാനാർത്ഥി സുനിൽ ബോസാണ്. അദ്ദേഹം 94.88 ലക്ഷം രൂപയാണ് ചെലവാക്കിയത്. 94.69 ലക്ഷം രൂപ ചെലവാക്കിയ പൊന്നാരിയിൽ നിന്നുള്ള ലീഗ് സ്ഥാനാർത്ഥി സമദാനിയാണ് 3-ാമത്. പട്ടികയിൽ 4-ാമത് ഹിമാചലിലെ മണ്ഡിയിൽ നിന്ന് മത്സരിച്ച പ്രശസ്ത നടി BJPയുടെ കങ്കണ റണാവത്താണ്. ചെലവ് 94.29 ലക്ഷം രൂപ. ചെലവിന്റെ പട്ടികയിൽ 10-ാം സ്ഥാനത്തുള്ള രാഹുൽ ഗാന്ധി 92.82 ലക്ഷം രൂപ ചെലവാക്കി. ഏറ്റവും കുറച്ച് ചെലവാക്കിയ സ്ഥാനാർത്ഥികളുടെ പട്ടികയും ഇലക്ഷൻ കമ്മീഷൻ പ്രസിദ്ധീകരിച്ചു. കാശ്മീർ ബാരാമുള്ളയിൽ നിന്ന് മത്സരിച്ച സ്വതന്ത്രൻ അബ്ദുൾ റഷീദ് ഷെയ്ഖാണ് രാജ്യത്തെ ഏറ്റവും കുറവ് പണം ചെലവാക്കിയത്. കേവലം 2,10,000 രൂപ മാത്രം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പണം പൊടിച്ച 50 മണ്ഡലങ്ങളുടെ പട്ടികയിൽ ഇലക്ഷൻ കമ്മീഷൻ നിരത്തുമ്പോൾ അതിൽ ആദ്യത്തെ 5 എണ്ണവും പഞ്ചാബിന് സ്വന്തം. 4 കോടിയിലേറെ ചെലവഴിച്ച ഫരീദ് കോട്ടാണ് ഇവയിൽ മുന്നിൽ. പിന്നാലെ ആനന്ദ്പൂർ സാഹിബ്, സംഗ്രൂർ, ഭട്ടീണ്ട, പാട്യാല എന്നീ മണ്ഡലങ്ങളാണ്. 6-ാം സ്ഥാനത്ത് തമിഴ്നാട്ടിലെ കോയമ്പത്തൂറാണ്. കോയമ്പത്തൂരിൽ എല്ലാ സ്ഥാനാർത്ഥികളും ചേർന്ന് പൊടിച്ചത് 3.48 കോടി രൂപയാണ് എന്ന് ഇലക്ഷൻ കമ്മീഷൻ പറയുന്നു. തിരുവനന്തപുരത്ത് 2.87 കോടിയും. പൊടിപൊടിച്ച കണക്കിനൊപ്പം കെട്ടിവച്ച കാശ് പോയവരുടെ കഥയും ഇലക്ഷൻ കമ്മീഷൻ പറയുന്നുണ്ട്. 2024 തെരഞ്ഞെടുപ്പിൽ 543 ലോക്സഭാ മണ്ഡലങ്ങളിലായി 8,360 സ്ഥാനാർത്ഥികൾ മത്സരിച്ചതിൽ 7,190 പേരുടെയും കെട്ടിവച്ച കാശുപോയി. അതേസമയം തെരഞ്ഞെടുപ്പ് വേളയിൽ ഇലക്ഷൻ കമ്മീഷൻ പിടികൂടിയത് 10,106 കോടി രൂപ മൂല്യമുള്ള വസ്തുക്കളാണ്. അതിൽ 906 കോടിയുടേത് മദ്യമാണ്. സ്വർണവും മറ്റും 1,486 കോടിയുടേത്. കറൻസി മാത്രം പിടിച്ചത് 1,066 കോടി രൂപ. ഈ കണക്കെല്ലാം വായിക്കുമ്പോൾ മണ്ഡലത്തിൽ ഒഴുകിയ യഥാർത്ഥ പണം എത്രയെന്ന് ആര് വെളിപ്പെടുത്തും? അതെന്തായാലും തിരഞ്ഞെടുപ്പ് ചരിത്രത്തിനൊപ്പം ഇന്ത്യയെ അടുത്തറിയാനുള്ള ഒട്ടേറെ വിവരങ്ങൾ ഇലക്ഷൻ കമ്മീഷന്റെ അറ്റ്ലസിലുണ്ട്. അമേരിക്ക, UK,
ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, കാനഡ എന്നീ G7 രാജ്യങ്ങളിലെ ആകെ വോട്ടർമാരുടെ 1.5 മടങ്ങാണ് ഇന്ത്യയിൽ വോട്ട് ചെയ്തവരുടെ എണ്ണം. ഇന്ത്യയിൽ 97 കോടി വോട്ടർമാരിൽ 64 കോടിയാണ് വോട്ടിട്ടത്. യൂറോപ്യൻ യൂണിയനിൽപ്പെട്ട 27 രാജ്യങ്ങളിലെ ആകെ വോട്ടർമാരെക്കാൾ 2.5 മടങ്ങ് വരും ഇവർ. കേരളത്തിലെ വോട്ടർമാരെക്കുറിച്ചുള്ള കണക്കുകൾ സംസ്ഥാന ജനസംഖ്യയിൽ വന്നുകൊണ്ടിരിക്കുന്ന വലിയ വ്യതിയാനത്തെയാണ് സൂചിപ്പിക്കുന്നത്. രാജ്യത്ത് ചെറുപ്പക്കാരായ വോട്ടർമാർ ഏറ്റവും കുറവുള്ള സംസ്ഥാനമാണ് കേരളം. ഇവിടെ ആകെ വോട്ടർമാരിൽ 18% മാത്രമാണ് 18നും 29നും മധ്യ പ്രായത്തിലുള്ളത്. ഇന്ത്യയിലെ ആകെ വോട്ടർമാരിൽ കാൽപങ്കോളം യുവ വോട്ടർമാരായിരിക്കുകയാണ് ഇവിടെ ഈ സ്ഥിതി. അതുപോലെ വയോജനങ്ങളായ വോട്ടർമാർ കൂടുതലുള്ള സംസ്ഥാനവും കേരളമാണ്. 60നും 79നും മധ്യ പ്രായമുള്ള വോട്ടർമാർ ഇവിടെ 20.46%. രാജ്യത്തെ ആകെ വോട്ടർമാരിൽ ഈ പ്രായക്കാർ 15% വരൂ. 80 വയസ്സിന് മുകളിലുള്ള വയോധികരായ വോട്ടർമാരുടെ എണ്ണവും കേരളത്തിൽ കൂടുതലാണ്, 2%. അങ്ങനെ നോക്കുമ്പോൾ രണ്ട് വിഭാഗങ്ങളിലുമായി 60ന് മുകളിലുള്ള വോട്ടർമാരുടെ എണ്ണം 22% കടക്കുന്നു. അതായത് കേരളത്തിലെ വോട്ടർമാരിൽ 5-1 വയോധികനാണ്. അതേസമയം കേരളത്തിൽ 18-19 പ്രായക്കാർ 10 ലക്ഷം വരുമെങ്കിലും വോട്ടർ പട്ടികയിൽ 3 ലക്ഷം പോലും പേര് ചേർത്തിട്ടില്ല. ഭൂരിപക്ഷവും പേര് ചേർക്കാതെ മാറി നിൽക്കുമ്പോൾ ചേർത്തവരാകട്ടെ വോട്ടിടാൻ പോകുന്നുമില്ല. കാരണം പഠിക്കാൻ ഏജൻസിയെ നിയോഗിക്കുമെന്ന് കേരളത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ കേൽക്കർ അടുത്തിടെ പറഞ്ഞു. രാജ്യത്ത് ഏറ്റവും കൂടുതൽ സ്ത്രീ വോട്ടർമാരുള്ള രണ്ടാമത്തെ സംസ്ഥാനമാണ് കേരളം, 52%. 53% സ്ത്രീ വോട്ടർമാരുള്ള പുതുച്ചേരിയാണ് ഒന്നാമത്. ഇന്ത്യയിൽ ഏറ്റവും കുറവ് വോട്ടർമാരുള്ള മണ്ഡലങ്ങളിൽ 15 എണ്ണം കേരളത്തിൽ നിന്നാണ്. തിരുവനന്തപുരം മുതൽ കോഴിക്കോട് വരെയുള്ള പട്ടികയിൽ പറയുന്ന മണ്ഡലങ്ങളിൽ 12 ലക്ഷത്തിനും 14 ലക്ഷത്തിനും ഇടയിലാണ് വോട്ടർമാർ. രാജ്യത്തെ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള മണ്ഡലം തെലങ്കാനയിലെ മൽക്കാജ് ഗിരിയാണ്, 37 ലക്ഷം വോട്ടർമാർ. ഏറ്റവും കുറച്ച് വോട്ടർമാർ ലക്ഷദ്വീപിലാണ്, 57,000 പേർ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടിയ ഭൂരിപക്ഷം നേടിയത് ഇൻഡോർ MP ശങ്കർ ലാൽവാനിയാണ്. 11,75,092 വോട്ടാണ് അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം. ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷമായ 48 വോട്ടുമായി ലോക്സഭ കണ്ടത് മുംബൈ നോർത്ത് വെസ്റ്റിൽ നിന്നുള്ള രവീന്ദ്ര ദത്താറാം ആണ്. രാജ്യത്തെ ഏറ്റവും ഉയർന്ന പോളിംഗ് ആസാമിലെ ധൂബ്രിയിലായിരുന്നു, 92%. ഏറ്റവും കുറവ് 38% ശ്രീനഗറിലും. ഏറ്റവും പ്രായം കൂടിയ MP 82കാരനായ ശ്രീ പെരുമ്പതൂരിൽ നിന്നുള്ള TR ബാലുവാണ്. കുറഞ്ഞ പ്രായക്കാരായ MPമാർ 25 വയസ്സുള്ള 3 പേരാണ്. UPയിൽ നിന്നുള്ള പ്രിയ സരോജും പുഷ്പേന്ദ്ര സരോജും ബീഹാറിലെ ശാംഭവിയും ജനാധിപത്യത്തിന്റെ ചോരത്തിളപ്പുകളാണ്. ഇന്ത്യയിലെ 18 പൊതുതെരഞ്ഞെടുപ്പുകളിലായി ജനവിധി തേടുന്ന പാർട്ടികളുടെയും സ്ഥാനാർത്ഥികളുടെയും എണ്ണം കൂടിയെങ്കിലും ദേശീയ പാർട്ടികളിൽ നിന്നുള്ള സ്ഥാനാർത്ഥികളുടെ എണ്ണം കുത്തനെ ഇടിഞ്ഞു. 1951 ആദ്യ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച സ്ഥാനാർത്ഥികളിൽ 65% ദേശീയ പാർട്ടികളിൽ നിന്നായിരുന്നു. 2024 ആകട്ടെ മത്സരിച്ചവരിൽ 14% മാത്രമായി ദേശീയ പാർട്ടികളുടെ പ്രതിനിധികൾ. 18ാം ലോക്സഭയിലെത്തിയ 74 വനിതാ MPമാരിൽ 11 പേരും ബംഗാളിൽ നിന്നാണ്. ഏറ്റവും കൂടുതൽ വനിതാ സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കിയ സംസ്ഥാനം മഹാരാഷ്ട്രയാണ്, 111 പേർ. UPയിൽ നിന്ന് 80, തമിഴ്നാട്ടിൽ നിന്ന് 77 വനിതകൾ ജനവിധി തേടി. ആകെ 800 വനിതകളാണ് രാജ്യമൊട്ടാകെ നിന്ന് ഈ ലോക്സഭയിലേക്ക് മത്സരിച്ചത്. പോളിംഗ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് കൗതുകകരമായ നിരവധി വിവരങ്ങളും അറ്റ്ലസിലുണ്ട്. അരുണാചൽ പ്രദേശിലെ മാലേഗാം പോളിംഗ് സ്റ്റേഷൻ ഒറ്റ വോട്ടർക്ക് വേണ്ടിയാണ്. പോളിംഗ് ഓഫീസർമാർ 40 കിലോമീറ്റർ മല കയറി ഇവിടെ എത്തി ബൂത്തൊരുക്കുന്നത് ഏക വോട്ടറായ വനിതയ്ക്ക് വേണ്ടിയാണ്. ഗുജറാത്തിലെ ഗിർ വനത്തിൽ പോളിംഗ് സ്റ്റേഷൻ ഒരുക്കുന്നതും ഒരേ ഒരു വോട്ടർക്കായാണ്. ജമ്മു കാശ്മീരിലെ ലേ ജില്ലയിലെ വാഷി ഗ്രാമത്തിൽ ഒരു ബൂത്ത് തുറന്നിരിക്കുന്നത് ഒരു വീട്ടിലെ 5 വോട്ടർമാർക്ക് വേണ്ടി മാത്രമാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പോളിംഗ് സ്റ്റേഷൻ ഹിമാചലിലാണ്. 15,000 അടി ഉയരത്തിലുള്ള താഷ്യമാണിത്. ഇവിടെ ആകെ 62 വോട്ടർമാരാണുള്ളത്. ഓരോ വോട്ടും പ്രധാനം എന്ന ജനാധിപത്യത്തിന്റെ അടിത്തറയാണ് ഇവിടെയെല്ലാം ശക്തി പ്രാപിക്കുന്നത്.